നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഭരണമാറ്റത്തിൻ്റെ മണമടിച്ചതോടെ UDFിൽ ചില ആസൂത്രിത നീക്കങ്ങൾ നടക്കുകയാണ്. മുസ്ലിം ലീഗ് ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്ന സൂചന ശക്തമാവുകയാണ്. കോൺഗ്രസിൽ 4 മുഖ്യമന്ത്രി പദ മോഹികൾ തമ്മിലടിക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടാനുള്ളത് പിടിച്ചു വാങ്ങാനുള്ള തന്ത്രമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം കൈക്കൊള്ളുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വയനാട് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിക്കുമുണ്ടായ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ വിയർപ്പാണെന്നും അതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല അർഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ UDFിൽ നിന്നും കിട്ടണമെന്നുമാണ് ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. പ്രിയങ്ക ഗാന്ധിയെയും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയെയും ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതിന് പിന്നിൽ ലീഗ് അണികളുടെ കഠിനാധ്വാനമുണ്ടെന്നും അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തങ്ങളുടെ ആവശ്യത്തെ തള്ളിക്കളയില്ലെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഇതിനു മുമ്പ് പണ്ട് കരുണാകരൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ CH മുഹമ്മദ് കോയയും ഔക്കാദർ കുട്ടി നഹിയും ഉപമുഖ്യമന്ത്രിമാരായിരുന്നു. അതിനുശേഷം കേരളത്തിൽ UDF ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ LDF ഭരിക്കുമ്പോഴോ ഉപമുഖ്യമന്ത്രി പദവി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അടുത്ത 2026 തെരഞ്ഞെടുപ്പിന് ശേഷം UDF മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന നിർബന്ധ ബുദ്ധിയിലാണ് ലീഗ് നേതൃത്വം. ലീഗിൻ്റെ ഏറ്റവും വലിയ സീനിയർ നേതാവും ഒരുപക്ഷെ ആ പാർട്ടിയുടെ നിയന്ത്രണ ശക്തിയുമായ PK കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് പാണക്കാട് കുടുംബം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഇത് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം പരമാവധി ഇതിൽ നിന്നും തലയൂരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിൻ്റെ നേതാക്കളോട് മുസ്ലിം ലീഗ് നേതൃത്വം ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചു എന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുസ്ലിം ലീഗിനെ കൈവഴിയുക അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുക, മുസ്ലിം ലീഗിന് ചെവി കൊടുക്കാതിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിലെ അവരുടെ വിജയത്തിന് പിന്നിൽ ലീഗ് അണികളുടെ കഠിനാധ്വാനമുണ്ട്, വിയർപ്പുണ്ട്. അതുകൊണ്ട് ലീഗ് ഒരു ആവശ്യം മുന്നോട്ട് വച്ചാൽ ഒരിക്കലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല എന്ന അവസ്ഥയാണുള്ളതെന്നും ലീഗിനറിയാം. അതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേ മതിയാകൂ എന്നുള്ള തന്ത്രത്തിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നീങ്ങുകയാണ്. എന്നാൽ കോൺഗ്രസിൽ മറ്റു ചില സംഭവവികാസങ്ങൾ നടക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ ഇപ്പോൾ തന്നെ രംഗത്തുണ്ട്. 4-മനായി K മുരളീധരനും 5-മനായി ശശി തരൂരും രംഗത്തുണ്ട്. അതുകൊണ്ട് അവിടെ ഈ 5 പേർ തമ്മിലുള്ള പോരാട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ നിർണായകമായിരിക്കും. കാരണം K കരുണാകരനെ മാറ്റി AK ആന്റണിയെ കൊണ്ടുവന്നതും AK ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നതുമെല്ലാം മുസ്ലിം ലീഗിൻ്റെ ഇടപെടലിലൂടെയായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ മുസ്ലിം ലീഗിന് ശക്തമായി തന്നെ ഇടപെടാൻ സാധിക്കും. ലീഗിന് ഇപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യം രമേശ് ചെന്നിത്തലയാണെന്നാണ് പറയുന്നത്. ശശി തരൂരാണെങ്കിലും അവർ വളരെ സന്തോഷമാണ്. കാരണം ശശി തരൂരിനെയോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിമാരാക്കണമെന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ താല്പര്യം. ഈ 2 പേരും ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന ആവശ്യം അംഗീകരിക്കാൻ സന്നദ്ധരുമാണ്. ഇത് അംഗീകരിക്കാത്തത് VD സതീശൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ മുതലെടുത്ത് തങ്ങളുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന പോസ്റ്റ് എന്ന സങ്കല്പം എന്ന സ്വപ്നം ഉറപ്പിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും VD സതീശനടക്കമുള്ളവർ അതിനെ എതിർക്കുകയാണെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള നിർദ്ദേശം ലീഗ് വയ്ക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.